തദ്ദേശ ഭരണരംഗത്ത് ഏറ്റവും ശ്രദ്ധ നേടുന്ന സൽഭരണ മാതൃകയാണ് അയമനം ഗ്രാമപഞ്ചായത്തിൻ്റെത്. ജനസൗഹൃദവും കാര്യക്ഷമവുമായ ഓഫീസ് സംവിധാനങ്ങളിലൂടെ കോട്ടയം ജില്ലയിലെ ഈ ഗ്രാമപഞ്ചായത്ത് സദ്ഭരണത്തിന്റെ പുതിയ അധ്യായമാണ് എഴുതി ചേർക്കുന്നത്. വികസനത്തിനും ആസൂത്രണത്തിനും നവീന സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ പരമാവധി തേടുകയാണ് ഇവിടുത്തെ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും. ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രാദേശിക സർക്കാർ ഒരു ഭരണകൂടമാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് അവരുടെ എല്ലാ ആവശ്യങ്ങളും അവർ എല്ലാ ദിവസവും വരുന്നതുമായ ഒരു ഓഫീസാണ്. അത് ഏറ്റവും കൂടുതൽ ജനകീയമാക്കാനും ജനസൗഹൃദമാക്കാനുമാണ് അയമനം ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചിരിക്കുന്നത്. അയമനം ഗ്രാമപഞ്ചായത്ത് എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നു. ജനങ്ങൾക്കാണെങ്കിലും അവർക്ക് ഒരു ജോലി കളഞ്ഞ ഒരു ദിവസം ലീവ് എടുക്കാതെ തന്നെ എല്ലാ സേവനങ്ങളും അതാ ദിവസം തന്നെ നൽകുകയും ചെയ്തു. എല്ലാ ഗവൺമെൻറ്റിലോ സെൻട്രൽ ഗവൺമെൻറ്റിലോ ഇല്ലാത്ത ഒരു പ്രൊഫഷനാണ് അയമനം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി വരുന്ന ഫീഡ്ബാക്ക് ഫോം. എല്ലാ സേവനങ്ങൾക്ക് ശേഷവും നമ്മൾ ഫീഡ്ബാക്ക് ഫോം മേടിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തി അത് എല്ലാ ആഴ്ചയിലുള്ള സ്റ്റാഫ് മീറ്റിംഗിൽ റിവ്യൂ ചെയ്യുകയും ചെയ്തു. ഇത് അയമനം ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഭൗതിക സൗകര്യങ്ങളുടെയും ജനസൗഹൃദത്തിന്റെയും കാര്യത്തിൽ സർക്കാർ ഓഫീസുകൾ ആകർഷണീയമല്ല എന്ന് പറയുന്നവർ അയമനം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഒന്ന് സന്ദർശിക്കണം. ബാങ്കുകളുടെയും വലിയ കമ്പനികളുടെയും ഒക്കെ ഓഫീസുകളോട് കിടപിടിക്കുന്ന തരത്തിൽ സജ്ജമായിരിക്കുന്ന ഒരു ഓഫീസാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. കാഴ്ചയിൽ മാത്രമല്ല, സേവനങ്ങൾ നൽകുന്നതിലെ കാര്യക്ഷമതയിലും ഗുണമേന്മയിലും ഇത്തിരി സ്മാർട്ട് തന്നെയാണ് അയമനം ഗ്രാമപഞ്ചായത്ത് എന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും. വിവിധ ആവശ്യങ്ങൾക്ക് വരുന്നവരെ സഹായിക്കുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഫ്രണ്ട് ഓഫീസ് കൗണ്ടർ മാത്രമുള്ളപ്പോൾ ഇവിടെ ഫ്രണ്ട് ഓഫീസ് കൂടാതെ 2 ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കുന്നുണ്ട്. കുടുംബശ്രീ നടത്തുന്ന ഒരു ഹെൽപ്പ് ഡെസ്കിൽ നിന്നും സൗജന്യ നിരക്കിൽ എല്ലാവർക്കും അപേക്ഷകൾ പൂരിപ്പിച്ച് ലഭിക്കും. പഞ്ചായത്തിലെ ഒരു മുൻ മെമ്പറാണ്. ഇതൊരു പഞ്ചായത്തിലെ ഒരു ഹെൽപ്പ് ഡെസ്കായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഭവനങ്ങൾക്ക് അപേക്ഷ എഴുതുന്നതിലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതിന് സൗജന്യ നിരക്കിൽ 10 രൂപ നിരക്കിലാണ് നമ്മളിവിടെ അപേക്ഷ തയ്യാറാക്കി കൊടുക്കുന്നത്. രണ്ടാമത്തെ ഹെൽപ്പ് ഡെസ്കിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ തന്നെ സേവനം ചെയ്യുന്നു. ടോക്കൺ സംവിധാനത്തിലൂടെ ക്യൂ ഒഴിവാക്കിക്കൊണ്ട് ആദ്യം എത്തിയവർക്ക് ആദ്യം ആവശ്യങ്ങൾ നടത്തിയെടുക്കാം. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ AC കോൺഫറൻസ് ഹാൾ ഈ ഓഫീസിലുണ്ട്. ഇതുകൂടാതെ 400 പേർക്ക് ഒരേ സമയം പങ്കെടുക്കാവുന്ന തരത്തിലുള്ള AC സാംസ്കാരിക നിലയം ഓഫീസ് കെട്ടിടത്തിന്റെ 3ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്നു. സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് പരിപാടികൾ നടത്താവുന്ന വിധമാണ് സാംസ്കാരിക നിലയം തയ്യാറാക്കിയിരിക്കുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് വാർഡ് തലത്തിൽ അംഗനവാടികളിൽ ജാഗ്രതാ സമിതിയും പഞ്ചായത്ത് തലത്തിൽ ജാഗ്രതാ സമിതി പ്രവർത്തിച്ചു വരുന്നു. എല്ലാ മാസവും ആദ്യ ബുധനാഴ്ച അതിൻ്റെ പരാതികൾ പഞ്ചായത്തിൽ വെച്ച് പരിഹരിക്കുന്നതുണ്ട്. കൂടാതെ ഒരു ഗ്രാമീണ കോടതി എന്നൊരു നൂതന പദ്ധതിയും അയമനം ഗ്രാമപഞ്ചായത്തിൽ നടത്തിപ്പോരുന്നു. അയമനം പഞ്ചായത്തിൽ വനിതകളുടെ പരാതി പരിഹരിക്കുന്നതിന് വനിതാ പോലീസിന് സേവനം ലഭിക്കുന്നു. പൊതുപരാതികൾ പരിഹരിക്കുന്നതിന് പരാതി പരിഹാര സെല്ലും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കുടുംബശ്രീയുടെ ജെൻഡർ റിസോഴ്സ് സെന്ററും പ്രവർത്തിക്കുന്നു. അയമനം പഞ്ചായത്തിനെ സംബന്ധിച്ച് അതിൻ്റെ ഭരണസമിതി ഭരണത്തിലേറ്റതിനു ശേഷം ആദ്യം മുൻഗണന കൊടുത്തൊരു കാര്യം നല്ല സേവനം ജനങ്ങൾക്ക് കൊടുക്കുക എന്നതാണ്. പഞ്ചായത്തിലെത്തുന്ന ഏതൊരാൾക്കും മെച്ചപ്പെട്ട സേവനം ലഭ്യമാകും. പഞ്ചായത്തും ഭരണസമിതിയും ജീവനക്കാരും ഒരുമിച്ച് ചേർന്നാൽ നടപ്പാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തെല്ലാം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഞ്ചായത്തിലെ സേവനം മെച്ചപ്പെടുത്താം എന്ന് ഞങ്ങൾ ജീവനക്കാരും ഭരണസമിതിയും കൂട്ടായിട്ട് ആലോചിച്ചു. അതിൻ്റെ ഭാഗമായി ISO സർട്ടിഫിക്കേഷൻ്റെ നടപടിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. 6 മാസം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി
കഴിഞ്ഞ 2017 മെയ് മാസത്തിൽ ISO സർട്ടിഫിക്കേഷൻ പഞ്ചായത്തിന് ലഭിച്ചു. അപേക്ഷ ടോക്കൺ എടുത്താണ് അപേക്ഷ കൊടുത്താൽ അപ്പോൾ തന്നെ ടോക്കൺ എടുത്താണ് അപേക്ഷ കൊടുക്കേണ്ടത്. ആ ടോക്കൺ വാങ്ങുന്ന ഒരാൾക്ക് സേവനത്തിനായിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെങ്കിൽ AC വെയിറ്റിംഗ് റൂമുണ്ട്, അവിടെ വെയിറ്റ് ചെയ്യാം. അവരുടെ സർവീസ് കൊടുക്കാറാകുമ്പോൾ അപ്പോൾ തന്നെ ടോക്കൺ വിളിച്ച് അത് ലഭ്യമാക്കും. വളരെ പെട്ടെന്ന് പഴയതിനേക്കാളൊക്കെ ഒരുപാട് വേഗത്തിൽ സേവനങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. രാവിലെ 9 മണിക്ക് തുറക്കും. 9 മണിക്ക് വരുന്നതുകൊണ്ട് സൗകര്യം കൊണ്ട് അപേക്ഷ കൊടുത്തിട്ട് പോകേണ്ട ആളുകൾക്ക് അപേക്ഷ കൊടുത്തിട്ട് പോകാം. അതുപോലെ എല്ലാ സൗകര്യങ്ങളും കുടിവെള്ളം, എഴുതാനുള്ള സൗകര്യം, അതുപോലെ വനിതാ പോലീസിൻ്റെ സേവനം എല്ലാ ചൊവ്വാഴ്ചയും പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും വനിതാ പോലീസ് ഈ പഞ്ചായത്തിൽ വരുത്തി വനിതകളുടെ പരാതികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. വിത്തിൻ 1 ഡേ തന്നെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ. ഇത്രയും നല്ലൊരു പഞ്ചായത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പണമില്ലാത്തവർക്കായി സൗജന്യ ഭക്ഷണം ഒരുക്കുന്ന പദ്ധതി വിശപ്പ് രഹിത പഞ്ചായത്ത് കുടുംബശ്രീയുമായി സഹകരിച്ച് വിജയകരമായി നടപ്പിലാക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെയും തോടുകളുടെ നവീകരണത്തിൻ്റെയും കാര്യത്തിൽ ഐമനം ഒരു പടി മുന്നിലാണ്. പഞ്ചായത്തിലെ വീടുകളുടെ വിവരങ്ങൾ മുഴുവനും ഡിജിറ്റൽ രൂപത്തിലാക്കുവാനുള്ള ഐമനം പഞ്ചായത്തിൻ്റെ പരിശ്രമം വരും വർഷങ്ങളിലെ ആസൂത്രണ പ്രക്രിയയുടെ ഗുണത വർദ്ധിപ്പിക്കും. സ്മാർട്ട് പഞ്ചായത്ത് ആപ്പിലൂടെ ഓഫീസിൻ്റെ സേവനങ്ങൾ ഏവരുടെയും വിരൽത്തുമ്പിൽ എത്തിച്ചതും ഐമനത്തിൻ്റെ കിരീടത്തിലെ പൊൻതൂവലാണ്. കോട്ടയം ജില്ലയിലെ എന്നല്ല ലോകത്തിലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു പാഠപുസ്തകമാണ് ഐമനം.